Hello my dear plus 2 accountancy students, especially accountancy with computerized accounting. നിങ്ങളുടെ എക്സാം ആണ് ഈ വരുന്ന മാർച്ചിന് അല്ലേ? പബ്ലിക് എക്സാം ആണ്. സോ യു ഹാവ് ടു ഷൂട്ട് യുവർ സ്കോർ ഫോർ ദാറ്റ് എക്സാം, റൈറ്റ്? സോ അതിനുള്ള ഒരു പ്ലാനിങ്ങുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് അടുത്തത് പ്ലാനിങ്ങിലേക്ക് കിടക്കാം അല്ലേ? ഇതൊന്ന് നോക്കിയേ, 40, 20, 40, 100 എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് അല്ലെ? ഇതെന്താണ് ശരിക്കും? ഇതിനകത്ത് വരുന്നത് ഈ 100 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യേണ്ടത്. 100 അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ടാർഗറ്റ് അല്ലെ? അപ്പൊ ആ 100 മാർക്ക് ഓരോ കാറ്റഗറി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് കാറ്റഗറീസ്? അതിനകത്ത് 3 കാറ്റഗറീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഫസ്റ്റ് ഒന്ന് നോക്കിയേ, 40 ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ 40 എങ്ങനെ നമ്മൾ സെക്യൂർ ചെയ്യും? നെക്സ്റ്റ് 20 എങ്ങനെ സെക്യൂർ ചെയ്യും? എഗെയിൻ 40 വന്നിട്ടുണ്ട്. അതങ്ങനെ നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയണം. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കോമൺ ആയിട്ട്, ഇപ്പോൾ FS ചൂസ് ചെയ്തിട്ടുള്ളവരായാലും പിന്നെ CA ആണ് എന്നുണ്ടെങ്കിലും അവർക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു ഏരിയ ഉണ്ട്. അതാണ് 40 എന്ന് പറയുന്നത്. 40യിലേക്ക് നമുക്ക് കിടക്കാം. 20 ഒന്ന് നോക്കിക്കേ. 20 എന്താണ്? 20 എന്ന് പറയുന്നതും തിയറിയാണ്. 40+20 തിയറി ആയിട്ട് നമ്മൾ എഴുതി പാസ്സാവേണ്ടതാണ് എക്സാമിന്. അപ്പൊ അതിൽ നമ്മൾ സ്കോർ ചെയ്യേണ്ടത് 60 മാർക്സ് നമ്മൾ അതിനകത്ത് സ്കോർ ചെയ്തിരിക്കണം. അങ്ങനെയാണ് നമുക്ക് 60 മാർക്ക് സെക്യൂർ ചെയ്യുന്നത്. അപ്പൊ ഈ 20 എന്താണ്? 20 എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് CA പാർട്ടിൽ നിന്നും വരുന്ന ഏരിയ ആണ്. എന്ത്? 20 മാർക്സ് അതിൽ നിന്നും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ആൻഡ് നെക്സ്റ്റ് 40 മാർക്സ്. ഈ 40 മാർക്സ് നമുക്ക് എവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും? പ്രാക്ടിക്കലാണ്. ഓക്കെ, അപ്പൊ CAന്റെ പ്രാക്ടിക്കലിൽ നിന്നാണ് നമുക്ക് ഏത് സ്കോർ ചെയ്യാൻ പറ്റുന്നത്? ലാസ്റ്റ് കിടക്കുന്ന 40 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളൊന്ന് സെറ്റ് ആക്കി എടുത്താൽ നമുക്ക് ഏത് അച്ചീവ് ചെയ്യാൻ പറ്റും? 100 മാർക്സ് നമുക്ക് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എസ്പെഷ്യലി നമ്മൾ ഇതിനകത്ത് 40 മാർക്സ്, ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള 40 മാർക്സ് നമുക്ക് എങ്ങനെ സെക്യൂർ ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ 40 മാർക്സ് നമുക്ക് എങ്ങനെ സെക്യൂർ ചെയ്യാൻ പറ്റും? 40 മാർക്സ് എന്ന് പറയുന്ന ഏത് ഏരിയ ആണ്? മെയിൻലി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഏരിയ ആണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കേണ്ടത്, ഈ 40 മാർക്സ് സെക്യൂർ ചെയ്യാനായിട്ട്. അപ്പൊ അതിനകത്ത് വരുന്ന അതിന്റെ വെയിറ്റേജ് പ്ലാൻ ഒന്ന് ആദ്യം നമുക്ക് നോക്കാം. 2024 to 25 വെയിറ്റേജ് പ്ലാൻ ആണ്. ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഏതൊക്കെ കാര്യങ്ങളാണ് നോക്കിയേ. ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് എങ്ങനെയാണ്? അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിന് 8 മാർക്സ് ആണ്. 8 മാർക്സിന് ടോട്ടൽ ആയിട്ട് വരുന്നത് 8 മാർക്സിനാണ്. ആൻഡ് 8 മാർക്സിന് അഗെയിൻ ഏത് വരുന്നുണ്ട്? തേർഡ് ചാപ്റ്ററും 8 മാർക്സിന് തന്നെയാണ് വരുന്നത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അപ്പൊ ഈ 2 ചാപ്റ്ററും ഏകദേശം ഒരുപോലെ നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ ഒന്ന് നോക്കിയേ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഇതിനകത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. കാരണം 13 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസും ഏതിൽ നിന്നാണ് വരുന്നത്? അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ നിന്നുമാണ് വരുന്നത്. ആൻഡ് ഫൈനലി ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. ഇതിനകത്ത് നോക്കിയേ, ഏകദേശം സെക്കൻഡ് ചാപ്റ്ററിന്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് അല്ലെ? 11 മാർക്സിന് വരുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോ ഈ ഏരിയ സെറ്റ് ആയില്ലേ? ഏറ്റവും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ ഏതായിരുന്നു? ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റർ ഏതായിരുന്നു? സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു. ഇനി ഓരോ ചാപ്റ്ററിലും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ട ഏരിയകൾ നമുക്ക് അറിയണം അല്ലേ? സോ നമുക്ക് അത് നോക്കാം. ഏതായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ? ഒന്ന് എടുത്തേ, അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്. ഈ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത് ഇവിടെ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഫിക്സ്ഡ് ക്യാപിറ്റൽ വേഴ്സസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ, ആൻഡ് ഫൈനലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പൊ ഈ ഏരിയ എല്ലാം നന്നായിട്ട് തറവായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ആൻഡ് ഇതിനകത്ത് ഇവിടെ കുറച്ച് മാർക്സ് 1 to 3 നമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ? അത് ഓരോ വർഷവും പല പല രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പൊ ഒരു വർഷം ഹയസ്റ്റ് മാർക്ക് നമുക്ക് ചിലപ്പോൾ 6 മാർക്സിനായിരിക്കും വന്നിട്ടുണ്ടാവുക, ചില വർഷം അത് 8 മാർക്സിനായിരിക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഓക്കെ, ബട്ട് നമ്മൾ ഇത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. സോ ഇതിനകത്ത് 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 4, 5, 6, 8 എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം ഏത് ഏരിയയിൽ നിന്നും വരാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ സെറ്റ് ആയിട്ട് വേണം നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് ഏതിലേക്ക് പോവാൻ?
Chapter 2, 3 and 4 ഏതൊക്കെയാണോ? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോം, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആൻഡ് ഫൈനലി ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോം. അപ്പൊ ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ ഏതായിരുന്നു? കാൽക്കുലേഷൻ ഓഫ് റേഷ്യോസ്, ഗുഡ് വില്ലിന്റെ നീഡ്സ് എന്താണ്, അത് വാല്യൂ ചെയ്യേണ്ട നീഡ്സ് എന്താണ്, ഫാക്ടേഴ്സ് എന്താണ്. ചില വർഷം നീഡ് ആയിരിക്കും ചോദിക്കുക, ചില വർഷം നമുക്ക് ഫാക്ടേഴ്സ് ആയിരിക്കും ചോദിക്കുന്നത്. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ, ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അവിടെ റീവാലുവേഷൻ, റിയലൈസേഷൻ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. റിസർവ്സ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഫൈനലി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും MCQ ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, 8 മാർക്സ്, 6 മാർക്സ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നന്നായിട്ട് പഠിച്ച് സെറ്റ് ആവണം. ഓക്കെ, സോ കറക്റ്റ് പ്ലാനിങ് നമ്മൾ തന്നിട്ടുണ്ട്. ഫോക്കസ് ഓൺ ദിസ് ഏരിയ ആൻഡ് ഷൂട്ട് യുവർ സ്കോർ. ഓക്കെ.